ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് മോർണിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒരു 6 മണിയായപ്പത്തിന് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിത് കുടിക്കാതെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രാവിലെ എല്ലാവർക്കും ഇങ്ങനെ വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ വെള്ളം കുടിക്കുന്നത് നമുക്ക് വളരെ അധികം നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിത് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ചപ്പാത്തിക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചാൽ നമ്മുടെ വയറിന് നല്ലൊരു സുഖമാണല്ലേ. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അർജൻറ്റൊന്നുമില്ല. എന്നാലും ഓരോ സ്കൂളില്ലാതെ വീട്ടിലിരിക്കണമെന്ന് എനിക്ക് കുറേ പണികൾ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പണി മാറ്റി വെച്ചിട്ടുണ്ട്. ഓലൊക്കെ മെഷീനൊക്കെ നോക്കാനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ ചപ്പാത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുത്തത് ചൂടുവെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ കൈമാക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്താൽ നമ്മുടെ ചപ്പാത്തിൻ്റെ മാവ് നല്ലൊരു സോഫ്റ്റൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മുടെ ചപ്പാത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പത്തിരി പ്രസ്സിൽ ഇങ്ങനെ ഒന്ന് അമർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വലിയ ബോൾസാക്കി എടുത്തിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വലിയ ബോൾസാക്കിയിട്ട് വലിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കൽ. എന്നാൽ നമ്മുടെ പണിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിതാ എല്ലാതും ഇങ്ങനെ അമർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിൻ്റെ മാവ് അങ്ങോട്ട് കുഴച്ചുകൊണ്ട് കിട്ടിയാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് അപ്പൊക്കെ ചുട്ടെടുക്കുന്നില്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗത വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിനൊരു ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കലുണ്ട്. അപ്പോൾ ഇതിലേറെ കുടിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനൊരു ഗ്ലാസ്സിൽ കുടിക്കാൻ കഴിയൽ. അപ്പോൾ നമ്മുടെ ഗ്യാസ്, അതേപോലെ തന്നെ നമുക്ക് വയറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരുവിധം പ്രശ്നമൊക്കെ ഈ ഒരു വെള്ളം കുടിച്ചാൽ തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗത ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിമ്മ ഇങ്ങനെ ഓയിലൊന്നും ആക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചപ്പോൾ തന്നെ അത്യാവശ്യം എണ്ണയൊക്കെ ആക്കിയിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓയിലൊന്നും ആക്കാതെ അത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ചുടലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറി നല്ലൊരു ടേസ്റ്റാണല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗത നമ്മുടെ കോഴിനൊക്കെ ഒന്ന് പുറത്ത് വിടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കോഴിക്കളൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോഴിക്കളൊക്കെ വിട്ടിട്ട് പിന്നെ ഞാൻ ഒരു കരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോഴിക്കളൊക്കെ വിട്ടപ്പോൾ തന്നെ ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കോഴിക്കൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗത മുറ്റൊന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദിലുദാ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റടിച്ച് വാരലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗത ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ചപ്പാത്തി ആയതുകൊണ്ട് ഞാനിങ്ങനെ പിച്ച് ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഇതിൽ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ വേഗം ഒന്ന് പാത്രം കഴുകിയെടുക്കാനായിട്ട് നിന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കാക പരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് പിന്നെ കഴുകാനുള്ളതൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ഞാനിവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പാത്രം ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാതും സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ഇവിടെയൊക്കെ തുടച്ചെടുക്കും കേട്ടോ. അല്ലാതെ നമ്മൾ ഇവിടെ തുടക്കാതൊക്കെ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകി വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മടി തോന്നും കേട്ടോ ഇവിടെ തുടക്കാൻ. അപ്പോൾ ഞാൻ എല്ലാം തുടച്ചെടുത്തിട്ടാണ് പിന്നെ പാത്രം കഴുകാനായിട്ട് നിന്നത്. അപ്പോൾ അങ്ങനെ ഞാനിത് ആ പാത്രമൊക്കെ വേഗം വേഗം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ മടിച്ചിരിക്കാതെ വേഗം പാത്രം കഴുകിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിൽ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാനായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിച്ചാൽ പിന്നെ വേഗം ആ പാത്രം ഇങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ. അപ്പോൾ പാത്രം കഴുകലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുപ്പും വിതനൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗത തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ മിഷൊക്കെ എണീറ്റിട്ടുണ്ടായിന്. അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് മിഷന് രാവിലെ പറ്റൂല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓനക്ക് വേഗം ഒരു അമൃതം പൊടിയും ചൊളാണ്ടിപ്പൊടി ഇട്ടിട്ട് ഒരു കുറുക്കുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മിഷുവിൻ്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിന് മുകളിൽ തന്നെ മിഷുവിന് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഓനിങ്ങനെ കുളിക്കുമ്പോൾ ഇങ്ങനെ നല്ല കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓനക്ക് കുളിക്കാനുള്ള വെള്ളം അവിടെ ഇങ്ങനെ ഇതുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോറ് വേകുമ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായിക്കോളും. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാനിത് തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മിഷുവിനെ നോക്കാൻ ഓലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വെള്ള ഡ്രസ്സും യൂണിഫോമൊക്കെ ഒന്ന് കല്ലുമ്മ തിരുമ്പി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മിഷുവിനൊക്കെ നോക്കാനൊക്കെ ആളുണ്ടാകുമ്പോൾ പിന്നെ ഞാൻ കല്ലുമ്മലൊക്കെ തിരുമ്പലുണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം ആകൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അകൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ മിഷുവിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ ചോറൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വെന്ത അടുപ്പത്തിന് ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഗ്യാസുമ്മത്തന്നെ പയറുപ്പേരിയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഉപ്പിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഞാനിതാ നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മുടെ ചിക്കൻ കറി. പിന്നെ ഞാനിതാ അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് നാരങ്ങൻ്റെ നീരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ വേഗത മിഷുവിനെ കുറക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷുവിന് നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും നല്ല തണുപ്പാണല്ലേ. അപ്പോൾ ഇവിടെ നല്ല ഫാന് നല്ല സ്പീഡാണ്. അപ്പോൾ ഞാൻ തണുപ്പ് കൂടും വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഷോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഓന് ഉറങ്ങൂല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഓന് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ വേഗത തിരുമ്പാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗത എല്ലാവരും ചെരുപ്പൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇവർക്ക് സ്കൂളില്ലാത്തന്നൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ കഴുകി വെക്കൽ.
അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ദാഗമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുളി നിസ്കാരം എല്ലാതും കഴിഞ്ഞിട്ട് പിന്നെ അതാ ഞങ്ങളങ്ങനെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ചൂല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ മിഷൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതാ മിഷു ഇവിടെ കസാലയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചൂലുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.